സെസ് കുടിശ്ശിക പൂർണ്ണമായും പിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സെസ് കുടിശ്ശിക പൂർണ്ണമായും പിരിച്ചെടുക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി ചുമതലപ്പെടുത്തി അതിവേഗതയിൽ ഈ കുടിശ്ശിക സമാഹരണത്തിന് വേണ്ടിയുള്ള ശ്രമം ഗവൺമെന്റ് നടത്തിവരികയാണ് ചെയ്യുന്നത്. തൊഴിലാളിയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടിന്റെ പക്ഷത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളത്. അത് കൂടുതൽ വേഗത കൂട്ടുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ കൂടി ഇടപെട്ട് സ്വീകരിക്കും. ഈ ക്വാറിയിൽ നിന്ന് ലഭിക്കുന്ന കരിങ്കല്ലുകൾ വലിയ വില കൊടുത്ത് അവർ നിശ്ചയിക്കുന്ന വില കൊടുത്ത് നിർമ്മാണ സാമഗ്രി അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലേക്ക് എത്തിക്കേണ്ട ഒരു ഗതിയിൽ ഞാൻ CITUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണല്ലോ. ആ ആരോപണം ഞാൻ നിഷേധിക്കാം. CITUവിന് അങ്ങനെ ഒരു നിലപാടില്ല. ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും ഇവിടെ പരിഗണിക്കപ്പെടേണ്ടവരാണ്. തൊഴിൽ ചെയ്യുന്നത് ആ ജനവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത് പല തലങ്ങളിലും. ആ പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ CITU ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അവരെ മോശമാവുക, അവരെ ഭീഷണിപ്പെടുത്തുക എന്ന നിലപാടൊന്നും CITU സ്വീകരിക്കുന്നില്ല. അത് വെറുതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അല്ലല്ല, കടൽ ഖനനവും ഇതുമായിട്ട് അതിന് ബന്ധമില്ല. ഇത് ഈ നദിയിലെ മണലെടുക്കുന്നതൊക്കെ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. കരയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ്. അവിടെ എക്കലും മണലും ചളിയും എല്ലാം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് നീക്കം ചെയ്യുക എന്നുള്ളത് ഈ ജലസംഭരണിക്ക് ആവശ്യമാണ്. അത് വെള്ളപ്പൊക്കത്തെ തടയുന്നതിനും ഒഴുക്ക് സുഗമാക്കുന്നതിനും ചില മേഖലകളിൽ മണലെടുക്കണം. അത് ശാസ്ത്രീയമായി നടത്തണത്. അതിന് ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിൽ അത് പരിശോധിച്ച് വ്യക്തത വരുത്തണം. അതുകൊണ്ടാണ് ഞാനൊരാവശ്യം ഉന്നയിച്ചത്. മണലെടുക്കുന്ന പ്രശ്നം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത ഉണ്ടാക്കാൻ കഴിയും. അതിനെന്താണ് ഗവൺമെന്റിന്റെ പൊസിഷൻ എന്നുള്ളത് നോക്കട്ടെ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തുന്ന എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഗവൺമെന്റുമായി കൂടിയാലോചിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും. അതിന്റെ പ്രശ്നം നിങ്ങൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കണം. ആശാവർക്കർമാർ ഉന്നയിച്ച പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചുകൂട്ടിയ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ അവർ സമരത്തിലേക്ക് പോയി. അതിന് അവർക്ക് അവകാശമുണ്ട്. പരിഗണിക്കാതെ അവകാശമുണ്ട്. എന്താ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ആശാവർക്കർ ആ പദ്ധതി ഈ കേരളത്തിൽ തുടങ്ങുമ്പോൾ ഒരു ആശാവർക്കർക്കുള്ള ഓണറേറിയം എന്ന് പറയുന്നത് 700 രൂപയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കീം വർക്കാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ വിവരപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഇന്ത്യക്കകത്ത് നിലവിലുള്ള ഒരു നിയമങ്ങളും ഇവർക്ക് ബാധകമല്ല. നിയമം ബാധകമാക്കണമെന്നാണ് CITUവിന്റെ നിലപാട്. അവർക്ക് മിനിമം കൂലിയില്ല, അവർക്ക് മറ്റ് സംരക്ഷണ നിയമങ്ങളില്ല. ഇത് ആശ, അംഗൻവാടി, ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇവരെല്ലാം സ്കീം വർക്കേഴ്സാണ്. NHMൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ഈ തൊഴിലുറപ്പിൽ ഈ തൊഴിലാളികളെല്ലാം സ്കീം വർക്കേഴ്സിന്റെ ഭാഗമാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ബാധകമല്ല. ഇവർക്കൊരു മിനിമം കൂലിയില്ല, ശമ്പള വ്യവസ്ഥയില്ല. ഇതാണ് കേന്ദ്ര സ്കീമിന്റെ ഭാഗമായിട്ട് മാത്രം ചെയ്യാണ് തൊഴിലാളി എന്ന് പോലും. നിങ്ങൾ കേന്ദ്ര ബജറ്റ് പരിശോധിച്ച് നോക്കിക്കോ. കുറെ വർഷങ്ങളായി കേന്ദ്ര ബജറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ തൊഴിലാളി എന്നൊരു പദം ബജറ്റ് രേഖയിൽ കാണില്ല, പ്രസംഗത്തിലുമില്ല. ഇപ്പോൾ കേരളം എന്ന പദവുമില്ല, കേരളത്തിന്റെ പേരുമില്ല. ഇതാണ് കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ പ്രത്യേകത. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്നാലും ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തണം എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റ് ഇടപെടണം എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം CITU മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റ് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും അതുമായിട്ട് യോജിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അടിയന്തരമായി സെൻട്രൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത് കേരളത്തിലെ ട്രേഡ് യൂണിയൻ സംഘടന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് പ്രശ്നം അതിവേഗം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം
എന്നതാണ് CITUവിന്റെ സമീപനം. അതൊക്കെ വിവാദത്തിലേക്ക് നമ്മൾ പോകണ്ട. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. അല്ലല്ല അത് ആശാ വർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണത്. ആ സമരത്തിൽ ഇവര് കൂടി സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അവരുമായി സഹകരിക്കാൻ നമുക്ക് തയ്യാറാണ്. അതിന് മടിയൊന്നുമില്ല. ആശാ വർക്കർ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. ഇവിടെ തൊഴിൽ സംരക്ഷണം, തൊഴിലുറപ്പുകാർ ഉന്നയിക്കുന്ന ഡിമാൻഡ് 1 വർഷത്തിൽ 200 ദിവസം ജോലി കിട്ടണമെന്നാണ്. 1 ദിവസത്തെ ജോലിക്ക് 600 രൂപ കൂലി കിട്ടണമെന്നാണ് ഏത് തൊഴിലുറപ്പുകാർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം. ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്ന 700 രൂപ ഓണറേറിയം 7000 രൂപയിലേക്ക് ഉയർത്തിയത് ഈ ഗവൺമെന്റ് അല്ലേ? അവർക്ക് അനുകൂലമാണ് ഈ ഗവൺമെന്റ് നിലപാട്. അത് അവര് ചിലര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവരെയും യോജിപ്പിച്ച് നിലപാട് സ്വീകരിക്കാൻ CITU തയ്യാറാണ്. ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം.